ആണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള പ്രചരണമൊക്കെയാണ് വരിക. പോകുന്നവർക്ക് ഗുണകരമായ ഒരു പ്രചരണം അല്ലല്ലോ അത്. പോകുന്നവർക്കും ഗുണമല്ല, എടുക്കുന്നവർക്കും ഗുണമല്ല ആ പ്രചരണം. പ്രബുദ്ധ കേരളത്തിൽ അത് ചിലവാകില്ല. കാരണം എന്താ വെച്ചാൽ പേടിച്ചോടുന്നവന് ജനം കൊടുക്കുന്ന സമ്മാനം പേടിത്തൊണ്ടൻ എന്നല്ലേ പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്തരം തീരുമാനങ്ങളുടെ കൂടെ ആളുണ്ടാവില്ല, കൊണ്ടുപോയിട്ട് കാര്യം ഉണ്ടാവില്ല. കൊണ്ടുപോകുന്നവർ കൊണ്ടുപോയിട്ട് കാര്യം ഉണ്ടാവില്ല. ബിജെപി ചില മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന ചർച്ചയൊക്കെയുണ്ട്. കേരളത്തിലെങ്കിലും LDF UDF നേരിട്ടുള്ള പോരാട്ടമല്ലേ ബിജെപിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പോരാട്ടം? അല്ല, കേരളത്തിൽ ഇതുവരെയുള്ള ചരിത്രം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര എളുപ്പം BJPക്ക് ഇവിടെ വേരുകൾ ഉണ്ടാക്കാൻ കഴിയില്ല. അത് ഒരു പച്ച പരമാർത്ഥമാണ്. അവർ സ്വാഭാവികമായി അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് പല പരീക്ഷണം നടത്തി നോക്കാൻ. ഇവിടെ തീർച്ചയായിട്ടും ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ UDFനൊരു മേൽക്കൈ ഉണ്ടാവും. അതാണ് കാണുന്നത്.